വേണ്ട പച്ചക്കറി വേണ്ട. വെണ്ടയ്ക്ക, തക്കാളി, കത്രിക്ക, പാവയ്ക്ക. ഹലോ, ആ മുരിങ്ങ മൊയ്തു എൻ്റെ വാപ്പ. ഇത് PTA പ്രസിഡന്റ് മൊയ്തു ഉണ്ടോ? ആരാണിത്? ആ എന്താ വിഷയം? പുസ്തകം തീർന്നോ ഇന്നോ? അതെ, ഈ നല്ല സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പെട്ടെന്ന് തീർന്നു. അപ്പോൾ അത് എൻ്റെ അടുത്ത് പടവലവും ഇല്ല, പിന്നെ മുരിങ്ങക്കായും ഒന്നുമില്ല. ആ ശരി, വേറെ എന്താ വിഷയം? 8ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ പുസ്തകം ഇല്ലയാണോ സ്കൂളിലോ? ആ 8ാം ക്ലാസ്സിലെ പുസ്തകം ഇല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ 5ാം ക്ലാസ്സിലെ പുസ്തകം 3ാം ക്ലാസ്സിലെ പുസ്തകം മേടിച്ചിട്ട് കൂട്ടി കെട്ടുക. അപ്പോൾ 8ാം ക്ലാസ്സിലെ പുസ്തകമായി. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതാ ഞാൻ. അതെ പറ്റോ പറ്റോ, നമ്മളെ സ്കൂളിലെ ചെക്കനാണല്ലോ. എന്തിനാണ് വെറുതെ വെറുതെ വെറുതെയോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആ എനിക്ക് മനസ്സിലായി. ആരാണ്? മുരിങ്ങ മൊയ്തു അല്ലേ? മുരിങ്ങ മൊയ്തു അല്ല, PTA പ്രസിഡന്റ് മൊയ്തു. എന്താണ് ക്ലാസ് കയറാൻ? എനിക്ക് താല്പര്യമില്ല സാറേ പോവാൻ. താല്പര്യമില്ലെന്നോ? അത് താല്പര്യമില്ലാത്ത അവിടെ പഠിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാണില്ല. എടാ, സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾ. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാ, അതുകൊണ്ടൊക്കെ ഞാൻ നേരെ നിലക്കെത്തിയത്. അറിയോ? ഇപ്പൊ എങ്ങോട്ടാ പോണേ? ആ അതും അറിയില്ല എനിക്ക്. അന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. ഗുഡ് മോർണിംഗ്. ഒരു സ്ഥാപനം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ പ്രിൻസിപ്പളാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂളിന്റെ തലപ്പത്തിരിക്കുന്ന ഭാഷ? അല്ല, അതിനിപ്പോ എന്താ സാർ ഉണ്ടായി? എന്താ ഉണ്ടായതെന്നോ? ഇവിടെ എന്താ ഒന്നും ഉണ്ടായില്ലേ? സത്യത്തിന് നമ്മുടെ സ്കൂളിൽ എന്താ നടക്കുന്നത്? ഓ അത് ഏത്? അതൊക്കെ എല്ലാ സ്കൂളിലും നടക്കുന്നതല്ലേ സാറേ. ഏതെന്ന്? മറ്റേ കാര്യല്ലേ? അതെന്താ സംഭവിച്ചെന്നറിയോ? 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു പയ്യനായിട്ട് ലൈനായി. ഈ വർഷം ആ പയ്യൻ വന്നിട്ട് ചോദിച്ചപ്പോൾ ഈ കുട്ടി എന്ത് പണി കാട്ടി? ആ പയ്യനെ വിട്ടിട്ട് വേറൊരു പയ്യനായിട്ട് ലൈനായി. അപ്പം ഈ ആദ്യം പ്രേമിച്ച പയ്യന് എന്തായാലും ദേഷ്യം വരുമല്ലോ. അവൻ്റെ കൂട്ടുകാരെയും എല്ലാവരും കൂട്ടിയിട്ട് വന്നിട്ട് പ്രശ്നമായി, ചോദ്യം ചെയ്യലായി. അതാകെ പ്രശ്നമാവെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയത്തിൽ ഇടപെട്ടിട്ട് അതങ്ങോട്ട് സോൾവ് ചെയ്തു. നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ മാഷെ? അല്ല, അറിയാനായിട്ട് ചോദിക്കാം. ഞാൻ ഇതൊന്നുമല്ല പറയാൻ വേണ്ടി നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ ഇവിടെ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞിട്ട് വിഭീഷ് എന്ന് പറയുന്ന ഒരു കുട്ടി 3-4 ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല. ഈ വിഭീഷ 6ാം ക്ലാസ്സിലാ? ഓ, ഇനിയിപ്പോൾ അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? അല്ല, മുഴുവൻ പറയേണ്ട, ഒരു ക്ലൂ തന്നാൽ മതി. മാഷൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിമാഷോട് വരാൻ പറ. ആഹാ, അപ്പൊ ഉണ്ണിമാഷ ക്ലാസ്സിലാണ് ഈ കുട്ടിയിലെ. എന്നിട്ട് മാഷ അതിനോട് പറയാൻ ഞാൻ മാഷോട് വേണ്ട. നിങ്ങളായിട്ട് ഇനി ഒന്നും ചോദിക്കണ്ട. എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. ഓ ആ, പിന്നെ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറില്ലേ കിങ്ങിണി, അവരോട് കൂടി വരാൻ പറയും. ഓ ആ പിന്നെ ഉണ്ണിമാഷോട് ആ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് എടുക്കാൻ പറ. ഞാൻ അതും കൂടി ഒന്ന് നോക്കട്ടെ. മാഷോട് അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കാൻ പറയാം. കിങ്ങിണി ടീച്ചറോട്. ഓ എൻ്റെ ദൈവമേ.